നമ്മുടെ വീട്ടിൽ ഇതേപോലുള്ള പച്ചമുളകൊക്കെ ഉൽപ്പാദിപ്പിച്ച് പറിച്ചെടുക്കാനുണ്ടെങ്കിൽ നമുക്കും ഇതേപോലുള്ളൊരു ഗ്രീൻ ചില്ലി ഫ്ലേവറിലൊരു ചൈനീസ് ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതൽ എരിവില്ലാത്ത മുളകാണ് നമുക്ക് വേണ്ടത്. കാരണം കൂടുതൽ പച്ചമുളകാണ് നമ്മളിതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാകമാവാത്ത എരിവായിട്ടുള്ളതും എന്നാൽ കൂടുതൽ എരിവല്ലാത്തതായിട്ടുള്ള ചെറിയ മൂപ്പോട് കൂടിയിട്ട് നമ്മൾ പറിച്ചെടുക്കണം. ഇതുപോലെ മുളക് പറിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ വളർത്തുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. കടയിൽ നിന്നും നമുക്കൊരിക്കലും ഇത് കിട്ടാൻ സാധ്യതയില്ല. കാരണം കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ നല്ല മൂപ്പെത്തിയ എരിവുള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാനും നമുക്ക് കൂടുതൽ എരിവ് പാടില്ല, എന്നാൽ പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടും വേണം ചിക്കനിലൊക്കെ. പിന്നെ അത് കടിച്ച് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അങ്ങനെയുള്ള പച്ചമുളക് കൃഷി ചെയ്യാൻ തയ്യാറാവണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ അടുത്ത് ഒരു 3-4 ഐറ്റംസ് പച്ചമുളകുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയ പച്ചമുളകാണ് ഇപ്പോൾ നമ്മൾ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് കുറേയൊക്കെ മൂപ്പെത്തിയിട്ടുണ്ട്, എന്നാലും മൂപ്പെത്താത്ത കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തയ്യാറാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സാധാ ചിക്കൻ പൊരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിയാൽ മതി. പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാനാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ പച്ചമുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊളിക്കുന്ന പോലെ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഉപ്പിട്ട് കുഴച്ച്, പിന്നെ നമ്മൾ ചിക്കന് നന്നായിട്ട് മൂത്ത് വേവൊക്കെ ആയി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഈ ഉപ്പിട്ട പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും കൂടുതൽ കരിയാത്ത രീതിയിൽ പാകമാകുമ്പോൾ നമ്മളത് കോരിയെടുക്കുക. നമുക്ക് വേണ്ട പോലെയൊക്കെ കഴിച്ച് നോക്കാം. നല്ല പച്ചമുളകിൻ്റെ ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഈ പച്ചമുളകൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല സ്വാദോടുകൂടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീട്ടിലൊക്കെ പച്ചമുളക് വളർത്തിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലൊക്കെ പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ചൈനക്കാരുണ്ടാക്കുന്നത് നോക്കി വെള്ളം ഇറക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി നല്ല സ്വാദോടുകൂടി കഴിച്ചു നോക്കാം. അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാം. ഓക്കെ, ബൈ ബൈ.